Press the bell icon on YouTube app and never miss another update. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നമ്മൾ ഇന്നലെ റിവ്യൂ ചെയ്ത LG W30യുടെ ക്യാമറ റിവ്യൂ ആണ്. അപ്പോൾ ഞാൻ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. LG W30യുടെ ക്യാമറ ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിൽ ഉള്ളത്. അതുപോലെ തന്നെ മുകളിലായിട്ട് കാണുന്ന ക്യാമറ 2 MP ഡെപ്ത് സെൻസറും, അതുപോലെ തന്നെ സെൻട്രലായിട്ട് കാണുന്ന ക്യാമറ 13 MP ഒരു വൈഡ് ആംഗിൾ ക്യാമറയും, പിന്നെ ആ റെഡ് കളറിൽ റൗണ്ടായി കാണുന്ന ക്യാമറ മെയിൻ ക്യാമറയുമായിട്ടാണ് 12 MP മെഗാപിക്സലുള്ള മെയിൻ ക്യാമറയുമാണ് ഇതിൽ വരുന്നത്. അങ്ങനെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിൽ ഒരുക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ക്യാമറ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഞങ്ങൾക്കൊരു ചെക്കിങ് എന്ന നിലയിൽ കാണിച്ചു തരികയാണ്. നമുക്ക് നമ്മുടെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു ഡിസ്റ്റൻസിൽ നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ക്യാമറ കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ അവിടെ ഒരു ഓപ്ഷൻ എനേബിൾ ആക്കിയിട്ടു. ആ ഒരു ഓപ്ഷനിലൂടെ നമുക്കിത് സാധിക്കും. അതുപോലെ തന്നെ വൈഡ് ആംഗിളിൽ ഉള്ള ഫോട്ടോസ് എടുക്കാൻ, മറ്റ് ബ്ലറിങ്, മറ്റ് കാര്യങ്ങൾ, ഇതുപോലെ തന്നെ നമുക്ക് 9 തരത്തിലുള്ള കളറുകളിലേക്ക് നമ്മുടെ പിക്ചർ മാറ്റാവുന്നതാണ്. അതായത് വീഡിയോസ് ആണെങ്കിൽ വീഡിയോസ്, ഫോട്ടോസ് ആണെങ്കിൽ ഫോട്ടോസ്. പിന്നെ ഇതിൽ പനോരമ ഓപ്ഷൻ അവൈലബിൾ ആണ്. പനോരമ നല്ലൊരു ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് പനോരമ ഓപ്ഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ സൂമിങ്ങും സൂമൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ക്ലാരിറ്റി അങ്ങനെ കുറഞ്ഞു വരുന്നൊന്നുമില്ല. അധികം ഫോണുകളിലും സൂമൗട്ട് ചെയ്യുന്ന സമയത്ത് ക്ലാരിറ്റി കുറഞ്ഞു വരാറുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ അങ്ങനെ കണ്ടില്ല. നമുക്കിവിടെ കാണാൻ കഴിയും, ഞാനിവിടെ സൂമിങ് ചെയ്യുമ്പോൾ ക്ലാരിറ്റി അങ്ങനെ കുറഞ്ഞു വരുന്നില്ല. ഇനി നമുക്ക് ഐയിലായിട്ടുള്ള, അതായത് കണ്ണിൻ്റെ ഫുൾ ഭാഗം കാണുന്ന ആ ടൈപ്പിലുള്ള ക്യാമറ എടുത്ത് നോക്കിയാലും 2 ക്യാമറ മോഡിലും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിൽ നല്ല രീതിയിൽ ബാക്ക് ക്യാമറ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു ക്ലാരിറ്റിയിൽ തന്നെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്ലോ മോഷൻ മോഡ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്ലോ മോഷനായിട്ട് ചെയ്യുമ്പോഴൊക്കെ ആവശ്യം വരും. ഈ ഒരു മോഡ് നമുക്ക് എങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് നോക്കാം. അതായത് ഞാനിവിടെ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുകയാണ്. ഞാനിവിടെ സ്ലോ മോഷൻ എന്ന ഈ ഒരു മോഡ് ഓപ്പൺ ആക്കിയിട്ടാണ്. നിങ്ങൾക്ക് മുകൾ ഭാഗത്തായിട്ട് സ്ലോ മോഷൻ എന്ന ആ ഒരു മോഡ് കാണാം. അത് ഓൺ ആക്കിയിട്ട ശേഷം നമുക്കിവിടെ എന്തെങ്കിലും ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് അത് ചെയ്തു. ഇനി നമുക്ക് അതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്ലേ ചെയ്യുന്ന സമയത്ത് താഴ്ഭാഗത്തായിട്ട് നിങ്ങൾക്കൊരു കഴ്സർ കാണാം. ആ കഴ്സറാണ് ഇതിൻ്റെ സ്ലോ മോഷന് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ആദ്യം തന്നെ സ്ലോ മോഷനാക്കി കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും, നമ്മൾ ആ ഒരു നേരത്തെ സ്പീഡാക്കിയ ആ ഒരു വീഡിയോ ഇപ്പോൾ നമുക്ക് സ്ലോ മോഷനായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നല്ലൊരു ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ വൈഡ് ആംഗിൾ ക്യാമറ, മറ്റ് സെറ്റപ്പുകളൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും, നല്ലൊരു ക്യാമറ ക്വാളിറ്റിയാണ്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് ക്യാമറ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് നോക്കാം. ഫ്രണ്ട് ക്യാമറ ചെക്ക് ചെയ്താൽ നല്ലൊരു ക്വാളിറ്റിയുള്ള ഫ്രണ്ട് ക്യാമറയാണ് ഇതിന് കമ്പനി കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ കാണാൻ കഴിയും, നല്ലൊരു രീതിയിൽ നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് എടുക്കാൻ കഴിയുന്നുണ്ട്. നമുക്കിതിൻ്റെ സൈസും ജസ്റ്റ് വലുതാക്കി കൊടുക്കാം. ഇവിടെ നമുക്ക് ഈ ഒരു മോഡ് മാറ്റി കൊടുത്ത് ഇതിൽ ഫുൾ ഡിസ്പ്ലേ ആക്കി കൊടുക്കാം. പിന്നെ നമുക്കിവിടെ കാണാൻ ഫുൾ ഡിസ്പ്ലേ ആയിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള മറ്റു കാര്യങ്ങൾ ജസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാമറയിൽ കൊടുത്തിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനിതിൽ പരിചയപ്പെടുത്തുന്നത് പോർട്രേറ്റ് മോഡാണ്. അപ്പോൾ പോർട്രേറ്റ് മോഡ് നമ്മൾ നേരത്തെ പറഞ്ഞു 16 MP പ്ലസ് സെൽഫി ക്യാമറയുടെ കൂടെ തന്നെ പോർട്രേറ്റ് മോഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോർട്രേറ്റ് മോഡ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഞാനിവിടെ ഈ ക്യാമറയിൽ നിന്ന് ഈ ഒരു ഐക്കണിലേക്ക് മാറ്റിയപ്പോൾ നിങ്ങൾക്കിവിടെ ബ്ലർ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും. ആ ബ്ലർ എന്ന ഓപ്ഷന് ജസ്റ്റ് വലിച്ചിങ്ങനെ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കൈ വെച്ച ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് ബ്ലറാകുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലറ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിന് മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ബ്യൂട്ടി ക്യാമറ, അതായത് സ്കിന്നൊക്കെ നല്ലൊരു സ്മൂത്തി ആയിട്ട് കാണാൻ കഴിയുന്ന തരത്തിലാണ് ഈ ഒരു ക്യാമറ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് ഈ ഒരു ക്യാമറയിൽ എടുത്ത കുറച്ച് പിക്ചറിൻ്റെ സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ ഈ LG W30യുടെ ബാക്ക് ക്യാമറയിൽ എടുത്ത സാമ്പിൾസാണ്. നല്ലൊരു ക്ലാരിറ്റിയിൽ തന്നെ നമുക്കിത് എടുക്കാൻ സാധിക്കുന്നുണ്ട്.
അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.